ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ കേരള പടാവലിയാണ്. 9th കേരള പടാവലി ഭാഗം 1 അല്ല, നമ്മൾ നോക്കുന്നത് 2ാമത്തെ യൂണിറ്റായ ഭൂമിയാകുന്നു നാം, അതിലെ 3ാമത്തെ ചാപ്റ്റർ പ്രകൃതി പാഠങ്ങൾ. അപ്പോൾ പ്രകൃതി പാഠങ്ങൾ എന്ന പാഠത്തിൻ്റെ മുഴുവനായിട്ടുള്ള മലയാളം വിശദീകരണം, അതിലെ ചോദ്യോത്തരങ്ങൾ, അതിലെ പ്രവർത്തനങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ എല്ലാം അടങ്ങുന്ന ക്ലാസ്സാണിത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോസും മോഡൽ ചോദ്യപേപ്പർ ഉത്തരങ്ങളെല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പം നോക്കാം പ്രകൃതി പാഠങ്ങൾ. ആദ്യം നമുക്ക് ഈ പാഠം ഒന്ന് വായിക്കാം, അതിനുശേഷം ചോദ്യോത്തരങ്ങൾ, പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, പ്രകൃതി പാഠങ്ങൾ. മഴയിൽ ഇലകൾ നൃത്തം ചെയ്യുന്നു, ഇലകൾക്കൊപ്പം നമ്മളും. പ്രകൃതി പാഠങ്ങൾ. 20ാം നൂറ്റാണ്ടിൻ്റെ സൂക്ഷ്മവും സങ്കീർണവുമായ ഹൃദയതാളം ആവിഷ്കരിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അപ്പോൾ വൈലോപ്പിള്ളി ശ്രീധരമേനോനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടില്ലേ? ലോകം തന്നെ ആകെ മാറിപ്പോയ കാലമായിരുന്നു അത്. ആ പരിവർത്തനങ്ങൾ ആഴത്തിൽ കേരള സമൂഹത്തെയും മാറ്റിമറിച്ചു. അനുഭവത്തെയും വിചാരത്തെയും ലോകബോധത്തെയും അത് ആകെ ഇളക്കി മറിച്ചു. പുതിയ കാഴ്ചപ്പാടുകളും ജീവിത സമീപനവും രൂപപ്പെട്ടു. സാമൂഹികവും വൈയക്തികവുമായ തലങ്ങളിലുണ്ടായ ഈ ചലനങ്ങളോടൊപ്പം ഗാഢമായി പ്രതികരിച്ച കവിയാണ് വൈലോപ്പിള്ളി. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഓരോന്നും ഇത്തരം ലോകാനുഭവത്തിൻ്റെ സാന്ദ്രമുദ്രകൾ പതിഞ്ഞവയാണ്. പ്രത്യക്ഷ തലത്തിൽ വൈലോപ്പിള്ളിയുടെ കവിതകളുടെ അടിയാധാരമായി വർത്തിച്ചത് മാനവികതാബോധമാണ്. അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളുടെയും കവിതകളുടെയും അടിസ്ഥാനം, മാനവികതാബോധമാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിൽ കേരളീയ സമൂഹത്തെ ഉന്മിഷത്താക്കിയ പുരോഗമനോന്മുഖമായ ചലനങ്ങളുടെ പിന്നിലെ പ്രമുഖ പ്രേരണാശക്തിയുമായിരുന്നു അത്. മനുഷ്യരുടെ കർമ്മശേഷിയുടെയും ലോകത്തെ മാറ്റിപ്പണിയാനുള്ള ഇച്ഛയുടെയും മഹത്വാകാംക്ഷയുടെയും ഒക്കെ ഇഴകൾ കലർന്നതാണ് കാഴ്ചപ്പാട്. അതിൻ്റെ വൈവിധ്യ സാധ്യതകളെ സാക്ഷാത്കരിച്ചതുകൊണ്ടാണ് വൈലോപ്പിള്ളിയുടെ കവിത ജീവിത മഹത്വത്തിൻ്റെയും മാനവികതാബോധത്തിൻ്റെയും കൊടിപ്പടമുയർത്തിയത്. അതിൻ്റെ ഒരു മുഖം പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറുന്ന മനുഷ്യൻ്റേതാണ്. പ്രകൃതിയെ തൻ്റെ സൗകര്യാർത്ഥം സ്വന്തം നിർമ്മിതികളിലൂടെ മാറ്റിത്തീർത്താണ് മനുഷ്യൻ അവൻ്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. ഒപ്പം അത്തരം കീഴടക്കലുകളിലൂടെ അവൻ്റെ സാഹസികതാബോധത്തിനു സന്ദർപ്പണം ലഭിക്കുകയും ചെയ്തു. ഏതു മഹാപർവ്വതത്തെയും വെല്ലാൻ കഴിയുന്നതും ഏത് അഗാധ സാഗരത്തെയും മുറിച്ചു കടക്കാൻ ശേഷിയുള്ളതും ഏതു മഹാവിപിനത്തിൻ്റെയും രഹസ്യ ഹൃദയത്തിലേക്കു കടന്നു ചെല്ലാൻ പ്രാപ്തിയുള്ളതുമായ മനുഷ്യൻ്റെ സാഹസിക ശക്തിയുടെ വിളംബരമായിരുന്നു ആ ഗണത്തിൽപ്പെടുത്താവുന്ന വൈലോപ്പിള്ളി കവിതകൾ. ഓക്കെ, അപ്പം മനുഷ്യൻ്റെ പ്രകൃതിയെ എങ്ങനെയാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്, കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉള്ളത്. മെയിനായിട്ട് കൊളോണിയൽ ആധുനികതയുടെ സംക്രമണ ഫലമായി രൂപപ്പെട്ടു വന്ന കാഴ്ചപ്പാടായിരുന്നു അത്. മനുഷ്യ പുരോഗതിയുടെ ആവി വണ്ടിക്ക് ഊളിയിട്ടോടാൻ മല തുരക്കുന്നതിനിടയിൽ പ്രാതികൂല്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും മർത്യവീര്യമീയദ്രിയെ വെല്ലും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനുഷ്യർ പ്രകൃതിയെ തുറന്നാണ് പലതും ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടി, ആവി വണ്ടി എന്ന് പറയുന്ന ട്രെയിനെയാണ്. അപ്പോൾ ട്രെയിനിന് ഓടാൻ റെയിൽവേ പാളങ്ങൾ വേണമല്ലേ? ആ പാളങ്ങളെല്ലാം പല മലകളുടെ ഇടയിലൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം പണിയുന്ന സമയത്ത് പല പ്രതിസന്ധികളും പ്രകൃതി പ്രതികൂലമായിട്ട് ചിലപ്പോൾ മണ്ണിടിച്ചിലായിട്ടും അങ്ങനെയൊക്കെ പ്രകൃതി അതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മനുഷ്യൻ എന്ത് ചെയ്തു? ആ പ്രതിസന്ധികളൊക്കെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി നൽകുന്ന ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സൂചനകൾ പോലും മനുഷ്യൻ അവഗണിക്കുകയാണ്. നവോത്ഥാന ചിന്തകളോട് ബന്ധപ്പെട്ട് വ്യാപകമായി തീർന്ന യൂറോ കേന്ദ്രിതമായ മാനവികതാ സങ്കല്പത്തിൻ്റെ ഇത്തരം ആഖ്യാനരൂപങ്ങൾ വൈലോപ്പിള്ളിയുടെ ആദ്യകാലത്തെ പല കവിതകളിലും ചിതറിക്കിടപ്പുണ്ട്. ആ മാനവികതാ സങ്കല്പങ്ങളെ കേരളീയ സാഹചര്യങ്ങളിൽ നിർദ്ധാരണം ചെയ്യുകയായിരുന്നു വൈലോപ്പിള്ളി. അതിൻ്റെ കാതൽ മനുഷ്യന് ഭൂമിയുടെയും പ്രകൃതിയുടെയും മേൽ ചില സവിശേഷാധികാരങ്ങൾ ഉണ്ട് എന്ന വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ കേന്ദ്രത്തിൽ വർത്തിക്കുന്ന മനുഷ്യൻ ഭൂമിയെയും ഇതര ജീവജാലങ്ങളെയുമെല്ലാം തൻ്റെ ഭൗതിക സൗകര്യത്തിനു വേണ്ടി വിനിയോഗിക്കുന്ന ഒരു അതിമാനുഷ്യനാണ്.
കാട് നാടാക്കുന്നവർ, പുഴയെ അണകെട്ടി മെരുക്കുന്നവർ. അപ്പോൾ മനുഷ്യനെ തന്നെയാണ് നവോത്ഥാനം എന്ന് പറയുമ്പോൾ പുതിയ ചിന്തകളും മാറ്റങ്ങളും എല്ലാമാണ് നവോത്ഥാനം അല്ലേ. ഈ നവോത്ഥാനം എന്നതുകൊണ്ട് വൈലോപ്പിള്ളി ശരിക്ക് ഒരു ഹാസ്യപരമായിട്ടാണെങ്കിലും ഒരു വിമർശനാത്മകമായിട്ടൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പ്രകൃതിയുടെ മേൽ മനുഷ്യന് ആധിപത്യം ഉണ്ടെന്ന് സ്ഥാപിക്കുകയാണ് മനുഷ്യൻ എന്നും ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കുന്നും കുഴിയും നിരത്തി സമതലമാക്കുന്നവർ, ജലസ്ഥാനങ്ങളെ വരൽ പറമ്പാക്കുന്നവർ, പ്രകൃതിക്കുമേൽ നിർമ്മിതികൾ കൊണ്ട് കോട്ട കെട്ടുന്നവർ, അതായിരുന്നു ആ മനുഷ്യർ. കാടിനെ നാടാക്കുകയും ക്രമേണ നാടിനെ നഗരമാക്കുകയും ചെയ്യുന്ന വികസന വീക്ഷണത്തിന്റെ സ്ഫുരണകൾ ഇവിടെ കാണാം. കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പിനെയാണ് അത് ലക്ഷ്യമാക്കുന്നത്. കാളവണ്ടി യുഗത്തിൽ നിന്ന് ബഹിരാകാശത്ത് പോയ സ്പുട്നിക് കേട്ടോ, സ്പുട്നിക് പേടകം, ആദ്യം ബഹിരാകാശത്ത് പോയ പേടകം, അതാണ് സ്പുട്നിക്. അപ്പൊ കാളവണ്ടി യുഗത്തിൽ നിന്ന് നമ്മൾ ബഹിരാകാശം കീഴടക്കി മനുഷ്യനല്ലേ, അതിന്റെ കുതിപ്പിനെയാണ് ഇവിടെ പറയുന്നത്. ആ കുതിപ്പിന്റെ ബാഹ്യാഹ്ലാദാരവങ്ങൾക്കിടയിൽ അടിസ്ഥാന തലത്തിൽ സംഭവിക്കുന്ന നഷ്ടത്തെക്കുറിച്ചും അപജയത്തെക്കുറിച്ചും അറിയാതെ പോകുന്നു. ഈ പ്രക്രിയ നഗരവൽക്കരണത്തിൻ്റെതാണ്. അത് പ്രകൃതിയുടെ സ്വാഭാവികതയെ മുടിക്കുന്നു. നഗരങ്ങൾ ഗ്രാമങ്ങളെ വിഴുങ്ങുകയും എച്ചിൽ പറമ്പുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ അത് വൈലോപ്പിള്ളി നേർത്ത രേഖകളിൽ വരച്ചിടുന്നുണ്ട്. കൊച്ചി നഗരം ഇടപ്പള്ളി എന്ന സമീപ ഗ്രാമത്തെ വിഴുങ്ങുന്നതിൻ്റെ 6 പതിറ്റാണ്ട് മുമ്പുള്ള ചിത്രമാണിത്. പിൽക്കാലത്ത് അത്തരമൊരു നഗരഗ്രാസത്തിന്റെ ഫലമായി ഒരു നാട്ടിൻപുറം എച്ചിൽ പറമ്പായി മാറുന്ന ഭീഷണ ചിത്രം ആലാഹയുടെ പെൺമക്കളിൽ വരച്ചിട്ടത് കണ്ടപ്പോൾ വൈലോപ്പിള്ളിയുടെ ഗ്രാമചിത്രം ഓർത്തുപോയി. ശരിയാണിവിടത്തിൽ തെങ്ങുനെല്ലുകൾ കൂട്ടുപിരിയാതെ ഐശ്വര്യത്തിൽ മത്സരിക്കുന്നുണ്ടെന്നും കുറച്ചു വെൺമാടത്തിൽ വിരിവു സൗഭാഗ്യങ്ങൾ, കുളത്തിൽ ചെന്താമര, കളത്തിൽ മാടപ്രാവും, എങ്കിലും ആ സത്യത്തിൻ കണ്ണുകുത്തുവാൻ കൂർത്തോരെൻ്റെ തൂലികയെല്ലാം വരച്ചു കാണിക്കട്ടെ. ഇദ്ദേഹം പറയുന്നത് പ്രകൃതിയെക്കുറിച്ച് പറയുകയാണ്. നഗരവൽക്കരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന അനിവാര്യമായ മലിനീകരണം ആന്തരിക ജീവിതത്തെയും സ്പർശിക്കുന്നു. മനുഷ്യന് സമൃദ്ധവും മെച്ചപ്പെട്ടതുമായ ഭൗതിക ജീവിതം ഉണ്ടാകണമെന്നാഗ്രഹിച്ച് പരിവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുമ്പോഴും അതിൻ്റെ അപരതലത്തിൽ രൂപപ്പെടുന്ന ജീർണതകളെയും മാലിന്യങ്ങളെയും ഇടർച്ചകളെയും വേദനകളെയും കവിക്ക് കാണാതിരുന്നുകൂടാ. എന്നാൽ അതൊക്കെയും കാണുമ്പോഴും മാനവികതാബോധം പകർന്ന ശക്തിയിലുള്ള വിശ്വാസത്തിന്റെ ശുഭദർശനശീലം ഉയർന്നു നിൽക്കുന്നു. ഈ ലഹളയിൽ സ്വൈരജീവിത ഗീതത്തിന്റെ താളവും ലയവും പോയി നമ്മളമ്പരന്നാലും ആ ശുഭദർശനശീലം യുഗപരിവർത്തന ഘട്ടത്തിൽ കവി കൈവിടുന്നില്ല. എങ്കിലും വികസനത്തിന്റെയും അതുവഴി പ്രകൃതി ധ്വംസനത്തിൻ്റെതുമായ ആ മാറ്റത്തെ അപ്പാടെ പിന്തുണയ്ക്കുന്നു വൈലോപ്പിള്ളി എന്ന് പറയാനാവില്ല. മാത്രമല്ല ക്രമേണ അതിൻ്റെ കൂടുതൽ വിമർശനാത്മകമായി കാണുന്ന രീതി ശക്തമാവുകയും ചെയ്യുന്നു. എല്ലാം മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലേക്കുള്ള മുന്നേറ്റമാണ് പിൽക്കാലത്ത് ശക്തമാകുന്നത്. മാനവികതാബോധത്തിന്റെ അടിസ്ഥാന ശ്രുതി നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ലയാത്മകവും സന്തുലിതവുമായ ബന്ധത്തിന്റെ ആവശ്യകതയിലേക്കാണ് 80കളിൽ വൈലോപ്പിള്ളി കവിത ജാഗരൂകമാകുന്നത്. അവയിൽ എന്നും ആന്തരികധാരയായി വർത്തിച്ചിരുന്ന രാഷ്ട്രീയ ബോധത്തിന്റെ സൂക്ഷ്മതലത്തിലുള്ള വികാസമാണ് ഈ ഘട്ടത്തിലെ രചനകളിൽ കാണുന്നത്. ഇപ്പോൾ വൈലോപ്പിള്ളി പറയുന്നത് മനുഷ്യന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പലതും കുന്നു നികത്തിയതും അതുപോലെ തന്നെ ഈ തീവണ്ടിക്ക് പോകാൻ വേണ്ടി പാളങ്ങൾ ഉണ്ടാക്കിയതും തുരങ്കങ്ങൾ ഉണ്ടാക്കിയതും മലയിടിച്ചതൊക്കെ ചെയ്തതെല്ലാം അല്ലേ. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിനെ പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. മനുഷ്യന്റെ നിലനിൽപ്പ് മാത്രമേ മനുഷ്യൻ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ അത് പിന്നീട് പ്രകൃതി അതിനെ തിരിച്ചടിക്കുമെന്ന് മനുഷ്യൻ അന്ന് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ ആദ്യമൊക്കെ നോർമലായി എഴുതി വന്ന അദ്ദേഹം പിന്നീട് അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു വിമർശനാത്മകമായിട്ട് എഴുതുന്നുണ്ട്. പിന്നെ പറയുന്നത് സാഹിത്യത്തിലെ ആധുനികതാ പ്രസ്ഥാനത്തിന്റെ മോഡേണിസത്തിന്റെ പ്രഭാവകാലത്തിനു ശേഷം മലയാള സാഹിത്യത്തിൽ വികസിച്ചു വന്ന കാഴ്ചപ്പാടുകളിൽ പ്രമുഖമായ ഒന്നായിരുന്നു ഈ പാരിസ്ഥിതിക വിവേകം. അത് മനുഷ്യനെ പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നവൻ എന്ന നിലയിൽ നിന്ന് പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നവൻ എന്ന നിലയിൽ പുനർവ്യാഖ്യാനിച്ചു തുടങ്ങി. മനുഷ്യന്റെ ആർത്തി സംസ്കാരം ഭൂമിയെ ജീവിതവ്യമല്ലാതാക്കി തീർക്കുന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ സജീവമായി. വൈലോപ്പിള്ളിയുടെ മൃതസഞ്ജീവനി എന്ന കാവ്യനാടകം ഈ സമീപനത്തെ വാജ്യമായി തന്നെ അവതരിപ്പിക്കുന്ന കൃതിയാണ്. അതിലെ കഥാപാത്രം കിനാവിൽ കേൾക്കുന്ന പുഴയുടെ തോറ്റത്തിൽ അതിൻ്റെ വികാരവിചാരങ്ങളെല്ലാം വിലയിച്ചിരിക്കുന്നു.
കവി പാടി വാഴ്ത്തും പഠിക്കും ഞാൻ പണ്ടഴകാർന്ന തേനൊഴുക്കായിരുന്നു എങ്കിൽ ഈ വൻകൊടു നീരൊഴുക്കും കമ്പനി വന്നതാണ് ദുരന്തം. അപ്പൊ കണ്ടല്ലോ, മര്യാദയ്ക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു നദി അല്ലെങ്കിൽ പുഴ ഒരു കമ്പനി വന്നതോടുകൂടി ദുരന്തമായിരുന്നു. സ്നാനപാനങ്ങൾ അപായമായി, ഞാനൊരു പൂതനയായി മാറി. പൊടിമീനിനങ്ങളും ചത്തുപൊങ്ങി, വിടവാങ്ങി കൊറ്റികൾ വിട്ടുപോയി. അകലെയൻ തണ്ണീരടിച്ച കോളിൽ തവളകൾ ഞാണുൽ തവഞ്ഞി ഞണ്ടും മൃതിപെട്ടു പൊങ്ങുന്നു. നേർക്കു കാൺമോരതി കഷ്ടമെന്നകം നൊന്തു നിൽപ്പു. ഇവിടെ ചെകുത്താനെ കൂട്ടുചേർത്തും വ്യവസായം വേണമെന്നാണു വാദം. അവസാനം മൃത്യുവിൻ കാളകൂട വ്യവസായം മാത്രമിരമ്പിൽ നിൽപ്പു. ഒരു കൊച്ചു കാലമിക്കാളിയൻ തല തച്ചു പായിക്കാനില്ലയെന്നോ. അപ്പോൾ ഒരു നദിയുടെ പറച്ചിലാണ് അല്ലേ. മീനുകൾ ചത്തുപൊങ്ങി, കൊറ്റികളെ കാണാതായി, തവളകളും ഞാഞ്ഞൂലുകളും ചത്തുപൊങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി വന്നതോട്, ഒരു ഫാക്ടറി വന്നതോടുകൂടി നദി നശിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്, പ്രകൃതിയെ കുറിച്ച് പറയുന്നതാണ്. എന്നിങ്ങനെ ജീവന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാക്കുന്ന തരത്തിലേക്ക് വികസിക്കുന്ന കണ്ണും മൂക്കുമില്ലാത്ത വ്യവസായവൽക്കരണത്തെ വിമർശന വിധേയമാക്കുന്നു ഇവിടെ. വൻകിട അണക്കെട്ടുകൾ കാട്ടിലെ പരമ്പരാഗത താമസക്കാരെ കുടിയിറക്കി വിടുന്നതിന്റെയും വേരുകളറ്റ ജനങ്ങളായി അവർ ചിതറി നശിച്ചു പോകുന്നതിന്റെയും ചിത്രങ്ങളും അതോടുകൂടി ചേരുന്നു. പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ ഇതിനിടയിൽ കൊള്ളലാഭം നേടാനായി വനം വെട്ടി തടി കടത്തുന്നവരുടെ അത്യാർത്തിയുടെ ചിത്രണവും ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന നീതിപാലകരുടെ ആലേഖനവും ഈ കാവ്യനാടകത്തിലുണ്ട്. ഇതെല്ലാം കൂടി കീഴാള ജനതയെയും പെൺമയെയും പ്രകൃതിയെയും ക്രൂരമായി ചൂഷണം ചെയ്യുന്നതിന്റെ ഭീഷണ ചിത്രം വെളിപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് സമൂഹം പരിണമിച്ചതിന്റെ ഉത്കണ്ഠകൾ മുതിർന്നു നിൽക്കുമ്പോഴും അവിടെ മനുഷ്യൻ കവിതയുടെ കേന്ദ്രസ്ഥാനത്തുണ്ട്. ഈ നിലയിൽ ജീവന്റെ അതിജീവനം പോലും സന്ദിഗ്ധമായിരിക്കെ മനുഷ്യന്റെ സ്ഥിതി എന്താണ് എന്ന ഉത്കണ്ഠയാണ് വൈലോപ്പിള്ളിയെ നയിക്കുന്നത്. തന്റെ കാവ്യജീവിതത്തിന്റെ തുടക്കത്തിൽ ഉയർത്തിപ്പിടിച്ച മാനവികതാബോധം കുറെ കൂടി സൂക്ഷ്മവും യാഥാർത്ഥ്യനിഷ്ഠവുമാവുകയാണ് ഇവിടെ. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതയുടെ ഒരു വിശദീകരണം പോലെയാണ് ഇതിൽ പറയുന്നത്. സഹ്യകാനനത്തിൽ വിരിഞ്ഞ കവിത എന്നുള്ളതിൽ നിന്നാണ് ഇത് എടുത്തെഴുതിയിരിക്കുന്നത്. അപ്പോൾ പാഠം ഇവിടെ കഴിയാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. അപ്പോൾ ആദ്യ ചോദ്യം വരുന്നത്, വൈലോപ്പിള്ളി കവിതകളുടെ മുഖ്യ സവിശേഷതകളായി ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്തെല്ലാം എന്നുള്ളതാണ്. വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വൈലോപ്പിള്ളി കവിതയുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുന്ന നിരൂപണമാണല്ലോ പ്രകൃതി പാഠങ്ങൾ. ഇതുപോലെ ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി എന്ന കവിതയ്ക്ക് നിരൂപണം തയ്യാറാക്കുക എന്നുള്ളതുണ്ട്. അപ്പോൾ അത് ആദ്യം നമുക്ക് നോക്കാം. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചു നീറി ഞാൻ നേരിനെ കാട്ടാം എന്ന് ഉദ്ഘോഷിച്ച കവിയാണ് ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കവി കാവ്യസബരിയിലൂടെ തെളിയിച്ചതെല്ലാം നേരിന്റെ മുഖങ്ങളാണ് എന്ന് ഈ വരികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കൊളോണിയൽ അധിനിവേശത്തെ തുടർന്ന് മനുഷ്യ പരമ്പരയിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും പ്രകൃതിക്കുമേൽ മനുഷ്യൻ ആധിപത്യം സൃഷ്ടിച്ചതിന്റെ വേദനകളും ആകുലതകളും പങ്കുവയ്ക്കുന്നതാണ് വൈലോപ്പിള്ളിയുടെ കവിതകൾ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ബന്ധങ്ങളുടെ വേരറ്റ വഴികൾ കണ്ടെത്തുകയായിരുന്നു കവി. മാനവിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പ്രകൃതിയുടെ മടിത്തട്ടിൽ പുലരണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണ് കവി. പക്ഷെ വികസനത്തിന്റെ പാതയിൽ തനിക്ക് തടസ്സമെന്ന് തോന്നിയ എന്തിനേയും അറുത്തുമാറ്റുകയായിരുന്നു ആധുനിക മനുഷ്യൻ. വിജയത്തിനുമേൽ വിജയം കൊയ്യുമ്പോൾ വളർച്ചയുടെ ഓരോ ചുവടും ചുറ്റുവട്ടത്തെ ചെറുജീവികൾക്ക് പോലും വെല്ലുവിളിയായി മാറിയതിന്റെ വേദനകളാണ് കവി പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞില്ല. കന്നിക്കൊയ്ത്ത്, ഓണപ്പാട്ടുകൾ, കയ്പവല്ലരി, വിത്തും കൈക്കോട്ടും, കുടിയൊഴിക്കൽ, മകരക്കൊയ്ത്ത്, കൃഷ്ണമൃഗങ്ങൾ, കുന്നിമണികൾ തുടങ്ങി നെഞ്ചുനീറി നേരിനെ കാണിച്ചവയിലെല്ലാം പ്രകൃതിയിലേക്കുള്ള നോട്ടം കാണുന്നില്ലേ? അതാണ് കവി. നഗരവൽക്കരണം മൂലം വരാനിരിക്കുന്ന വിപത്തുകളെ വായനക്കാരനിലൂടെ ദീർഘദർശനം നടത്തുകയാണ്. ഉയർന്ന പാരിസ്ഥിതികാവബോധവും മാനവികതയും നിറഞ്ഞു നിൽക്കുന്ന എഴുത്തുരീതിയാണ് കവിതയിൽ കാണാനാകുക. അടുത്ത ചോദ്യം, പ്രകൃതി പ്രമേയമായി വരുന്ന കഥകൾ, കവിതകൾ എന്നിവ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് ആ ഒരു കവിത. കാടവിട മക്കളെ, മേടവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ നേരവിട മക്കളെ എന്നുള്ള ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെയാണ്. അപ്പം നിങ്ങളതൊന്ന് നോട്ട് ചെയ്യൂ. നമുക്കൊന്ന് ബാക്കിലേക്ക് പോയിട്ട് വരാം. അപ്പം ഇതിൽ നമുക്ക് ആദ്യത്തെ 2 ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. അത് നമ്മൾ വിട്ടുപോയതാണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ
വൈലോപ്പിള്ളി കവിതകളുടെ മുഖ്യ സവിശേഷതകളായ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നതും എല്ലാ മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാടിൽ നിന്ന് എന്നുള്ള ഈ തുടങ്ങുന്ന മാനവികതയും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ഉപന്യാസവും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് മിസ്സായി പോയതാണ്, ആ സ്ലൈഡ് ഇതിൽ നിന്ന് മിസ്സായതാണ്. അപ്പം നമുക്ക് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അത് ആവശ്യമുള്ളവർ. കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പിനെയാണ് അത് ലക്ഷ്യമാക്കുന്നത്. മനുഷ്യ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നതിന് ഈ വാക്യപ്രയോഗം എത്രമാത്രം പര്യാപ്തമാണ്? കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പ് നിസ്സാരമായ കാര്യമല്ല. നാളുകൾ കൊണ്ട് മനുഷ്യൻ നേടിയെടുത്ത വിജയങ്ങളുടെ ചരിത്രമാണിത്. പുരോഗതി നേടിയെങ്കിലും വികസനം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ടുപിടിച്ചതിനേക്കാൾ കൂടുതൽ ഇനിയും ബാക്കിയാണ് എന്നാണ് ശാസ്ത്രവും മനുഷ്യനും പറയുന്നത്. കാളവണ്ടിയിൽ നിന്ന് എഞ്ചിനുകളിലേക്കും അവിടെ നിന്ന് ആകാശത്തു മേഘച്ചിറകുകളെയും ഒടുവിൽ ആകാശവും തുളച്ച് അന്യഗ്രഹത്തിൽ പോലും കൊടിനാട്ടിയതാണ് മനുഷ്യ പുരോഗതി. കാടുകളിൽ നിന്ന് നാടുകളും നാടുകളിൽ നിന്ന് നഗരവും ജനിക്കുന്നത് പോലെയാണ് കാളവണ്ടിയിൽ നിന്ന് സ്പുട്നിക്കിലേക്കുള്ള യാത്ര. മനുഷ്യ പുരോഗതിയുടെ ചരിത്രത്തെ ഒരു വരിയിൽ ഒതുക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരികയാണ് എഴുത്തുകാരൻ. അടുത്ത ചോദ്യം, പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം കണ്ടെത്തി വ്യാഖ്യാനിക്കുക. അതിന്റെ അർത്ഥം ഇതാണ്: പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ തീ അണയ്ക്കുകയാണ് വേണ്ടത്. പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്നാൽ പ്രധാന കാര്യം മറന്നു മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നതാണ്. മറ്റ് ശൈലികൾ: എലിയെ പേടിച്ച് ഇല്ലം ചുടുക, അമ്മയ്ക്ക് പേറ്റുന്നോവോ മകൾക്ക് വീണവായന, പോത്തിനോട് വേദമോതുക. ഇതൊക്കെ മറ്റു വ്യാഖ്യാനങ്ങളാണ്. അടുത്തത്, ചില സമസ്ത പദങ്ങൾ വിഗ്രഹിച്ചെഴുതിയതാണ് താഴെ തന്നിരിക്കുന്നത്. ഹൃദയതാളം, ഹൃദയത്തിന്റെ താളം, കുട്ടിയാന, കുട്ടിയായ ആന. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എൻ്റെ, ആയ, ആലൊക്കെ അല്ലേ. അപ്പൊ ഇവിടെ സമസ്ത പദങ്ങൾ ഉൾപ്പെടുന്ന വാക്യങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിൽ പദങ്ങൾ ചേർത്ത് എഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനം കണ്ടെത്തുക. പദങ്ങൾ ചേർത്ത് ഉപയോഗിച്ചത് കൊണ്ടുണ്ടായ മേന്മകൾ എന്തെല്ലാം എന്ന് വിശകലനം ചെയ്യുക. അപ്പൊ ഇതിൽ ഞാനിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. മനുഷ്യശക്തി, മനുഷ്യന്റെ ശക്തി. ഹൃദയതാളം, ഹൃദയത്തിന്റെ താളം, അതിവിടെ കൊടുത്തതാ. ആവി വണ്ടി, ആവിയാൽ ഓടുന്ന വണ്ടി, അതും തന്നിട്ടുള്ളതാ. കേരള സമൂഹം, കേരളത്തിലെ സമൂഹം. ലോകബോധം, ലോകത്തെക്കുറിച്ചുള്ള ബോധം. ജീവിത സമീപനം, ജീവിതത്തെക്കുറിച്ചുള്ള സമീപനം. സാന്ദ്രമുദ്രകൾ, സാന്ദ്രമായ മുദ്രകൾ. ഇതിന്റെ പ്രത്യേകത: ഇങ്ങനെ പദങ്ങൾ പ്രയോഗിക്കുന്നത് കൊണ്ട് വാക്യങ്ങൾ ചുരുക്കി പറയുന്നതിനും ഉച്ചാരണം സുഗമമാക്കുന്നതിനും ഭാഷയുടെ ഓജസ് നിലനിർത്തുന്നതിനും കാവ്യാത്മകമായി പ്രയോഗിക്കുന്നതിനും സാധിക്കുന്നു. നെക്സ്റ്റ്, ഭൂമിയാകുന്നു നാം. ഈ ഭൂമിയാകുന്നു നാം എന്ന യൂണിറ്റിന്റെ ആശയതലം ഉൾക്കൊണ്ട് സ്വതന്ത്ര സർഗാത്മക രചന നടത്തുക. രചനകൾ സമാഹരിച്ച് ആകർഷകമായി പ്രസിദ്ധീകരിക്കുക. അപ്പൊ ഞാനിവിടെ ഒരു പോസ്റ്റർ പോലെ ഒരു സംഭവമാണ് തന്നിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണം, സുരക്ഷിതമായ നാളെയുടെ തുടക്കം. എന്നിട്ട് നിങ്ങൾ ഭൂമിയുടെയും ഒരു ചിത്രം കൊടുക്കൂ. അത്രയും ചെയ്താൽ മതി നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രചനകൾ നടത്താം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ എന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമന്റ് ഓപ്ഷൻ ഉള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ കമന്റ് ചെയ്യുന്നവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യണതായിരിക്കും. നമ്മുടെ മെമ്പേഴ്സ് ഓൺലി മാത്രമായിരിക്കും ആ വീഡിയോ കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ആവശ്യമുള്ളവർ കമന്റ് ചെയ്തോളൂ. അപ്പോൾ തുടർന്ന് വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.